ഈ പടത്തിൽ ശിവ ഡയറക്ടർ അമ്പിളിമാമനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ പഴയ കാലഘട്ടമാണെങ്കിൽ 2024 പോവും. 2024 അമ്പിളിമാമനെ കാട്ടിയാൽ 1070 പോവും. റഷ്യയിലെ ഒരു പരീക്ഷണശാലയാന്ന് പറഞ്ഞിട്ട് കുറച്ച് മനുഷ്യന്മാരും കുറച്ച് സയന്റിസ്റ്റിനും പിന്നെ അവിടെയുള്ള ഒരു പിള്ളേരെയൊക്കെ കാണിക്കും. എൻ്റെ മോനെ ഇത് ഒറിജിനൽ അല്ല, ഞാൻ ചെയ്തതാ. ആ സ്ഥലത്ത് നിന്ന് ഒരു പയ്യനെ അവിടെ നിന്ന് ചാടും. എന്നിട്ട് അവനിങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി രക്ഷപ്പെടും. എന്നിട്ട് അവൻ റഷ്യയിൽ നിന്ന് ഒറ്റയടിക്ക് ആ ട്രെയിനിൽ ഇന്ത്യക്ക് വന്നു, ഗോവയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് യോഗി ബാബുവിനെ കാണിക്കും. യോഗി ബാബുവിന്റെ കോമഡി കേട്ട് നമുക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ദിശ പത്താനി സൂര്യൻ കൂടി ഒരു വെറുപ്പിക്കലുണ്ട് എൻ്റെ പൊന്നുമോനെ. Flashback. Any creator, any director in Indian film industry வாயை பொளந்து பார்க்க போறாங்க. നന്നായിട്ടുണ്ട്. ഈ അവരാധങ്ങൾ പോരാണ്ട് റീൽസിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെറുപ്പിച്ച് മോയും ബോയ്സൊക്കെ ഇട്ട് നമ്മളെ ടോർച്ചർ ചെയ്യും. യോഗി ബാബുവിന് ഒരാൾ തല്ലും, ആ തല്ലുമ്മലത്തെ സൗണ്ട് വരെ നമ്മളെ വെറുപ്പിക്കും. ഞാൻ റെഡ് ലെൻസ്കിയുടെ വെറുപ്പിക്കല്. പിന്നെ സൂര്യൻ ദിശ പത്താനും ബ്രേക്കപ്പ് ആവും ഗൈസ്. എൻ്റെ പൊന്നുമോനെ ഇവർ രണ്ടുപേരും വെള്ളടി ചലഞ്ച് നടത്തും. അതിനിടയ്ക്ക് ദിശ പത്താനും വെള്ളടിച്ച് ഓഫാവും. അപ്പം കൈ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൈ തട്ടിക്കളയും ദിശ പത്താനിയുടെ. അപ്പോൾ ഇവർ രണ്ടുപേരും അടിയാവും, ബ്രേക്കപ്പ് ആവും. അയ്യോ ശിവേനെ സമ്മതിക്കണം. പിന്നെ VR ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്നിട്ടേക്കോ കോപ്രായങ്ങൾ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കും എൻ്റെ ഗൈസ്. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ പരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16ആണ്. സൂര്യയും ഈ പയ്യനും കണ്ടുമുട്ടും. അത് കഴിഞ്ഞിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകും സൂര്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ബർഗറൊക്കെ വാങ്ങി കൊടുക്കും. ബർഗർ വാങ്ങി കൊടുക്കുമ്പോൾ ചേട്ടനും കൂടി കഴിക്ക്, എന്നാലും എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അവൻ്റെ സ്നേഹം കണ്ടിട്ട് സൂര്യണ്ണൻ്റെ കണ്ണ് നിറയും. കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യന്റെ. സൂര്യണ്ണനെ പിന്നെ ഋഷഭത്താന് വിലങ്ങ് വെക്കും. ആ സമയത്ത് റഷ്യക്കാർ വന്നിട്ട് അവിടെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ പയ്യൻ കിടന്ന് കാണിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സൂര്യണ്ണൻ വിരലൊടിച്ചിട്ട് അവനെ രക്ഷിക്കാൻ പോവും. സ്നേഹം കൊണ്ടാ സൂര്യണ്ണനെ എന്നിട്ട് അവര് വെടിവെക്കും. വെടിവെച്ചാലും സൂര്യണ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി 1 കിലോമീറ്ററൊക്കെ ഓടും. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഒരു കണ്ടെയ്നറിന്റെ മേലെ പിടിച്ച് കയറും. 5 വിരലൊടിഞ്ഞ അണ്ണൻ കണ്ടെയ്നറിന് ഇങ്ങനെ പിടിച്ച് കയറും. അത് കഴിഞ്ഞിട്ട് ബൈക്ക് പറ എന്നിട്ട് തൂങ്ങി കിടക്കും കുറെ നേരം. അങ്ങനെ തൂങ്ങിക്കിടന്ന് പറന്ന് കിടന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അണ്ണൻ ആ പയ്യനെ അങ്ങ് രക്ഷിക്കും. ഇവൻ കങ്കുവയുടെ ട്രൈബിനെ അറ്റാക്ക് ചെയ്യും. ട്രൈബിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ കങ്കുവ അവനെ തീയിലിട്ട് കത്തിക്കും. അവനെ തീയിലിട്ട് കത്തിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ പെണ്ണും കൊച്ചും വരും. അപ്പം അവൻ്റെ പെണ്ണ് പറയും, നീ ഈ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ തീയില് ചാടി ചത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. കങ്കുവയെ കുറിച്ച് പറയുകയാണെങ്കിൽ കങ്കുവയ്ക്ക് നാക്ക് വെച്ച് ഡാൻസ് കളിക്കാൻ ഒരു കഴിവുണ്ട്. കങ്കുവയുടെ ഏറ്റവും വലിയ ശക്തി അലർച്ചയാണ്. എതിരാളികളുടെ ചെവി വരെ അടിച്ചു പോവും. നിങ്ങൾക്കൊരു മരം 2 കഷ്ണാക്കണമെങ്കിൽ എന്നിട്ട് ചെയ്യുക, മരം മുറിക്കണ മിഷ്യൻ വെച്ച് മുറിക്കും. നമ്മുടെ കങ്കുവ കഴുത്ത് വെച്ച് ഒറ്റ പൊട്ടിക്കൽ പൊട്ടിച്ചാണ്ടല്ലേ മരമൊക്കെ പൊട്ടിപ്പോവും. പിന്നെ ചെക്കൻ നമ്മുടെ കങ്കുവയുടെ മേത്ത് വാള് കുത്തി കയറ്റും. നമ്മെന്താ വിചാരിക്കുക കങ്കുവ ചത്തുപോയിന്ന്. എന്നിട്ട് പിറ്റത്തെ സീനിൽ മൂപ്പര് 100 പേരെ വെട്ടിയിട്ട് മുകളിൽ നിൽക്കണ സീൻ കാണിക്കും. ബോബി ഡിയോളിന് ഇതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അവിടെ കസാരയിലിരിക്കുക, കുറെ വട്ടത്തരം കാണിക്കുക, ലാസ്റ്റ് സൂര്യയുടെ കൈ കൊണ്ട് ചാവുക, അത്രേ ഉള്ളൂ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. അതുകൊണ്ട് കങ്കുവയുടെ ട്രൈബിലുള്ള ഒരു കങ്കുവനെ
കല്ലെറിഞ്ഞ് ഓടിപ്പിക്കുക അവിടുന്ന്. എന്നിട്ട് അവർ വേറെ കാട്ടിൽ പോയിട്ട് താമസിക്കും. എന്നിട്ട് ഈ പയ്യൻ അവിടുത്തെ ഒരു കിളികളെ കാണുമ്പോൾ അയ്യോ എനിക്ക് അപ്പരമ്മയും പോയേ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയും. പിന്നെ ഒരു വുമൺ എംപവർമെൻറ്റ് സീന്, പിന്നെ കാർത്തി വരും, പിന്നെ അങ്ങനെ പടം കഴിയും. പിന്നെ സെക്കൻഡ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിക്കും.